Dear students, welcome to our class. Today we will discuss the third chapter, Mathematics of Chance. Mathematics of Chance. Chance means probability. Probability in Malayalam, സാധ്യത. സാധ്യതയെക്കുറിച്ചുള്ള പഠനമാണ് ഈ ചാപ്റ്ററിൽ പ്രോബബിലിറ്റി. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നിത്യജീവിതത്തിൽ പല കാര്യങ്ങളിൽ ഈ പ്രോബബിലിറ്റി കടന്നു വരുന്നുണ്ട്. മഴ പെയ്യാനുള്ള പ്രോബബിലിറ്റി, ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ആര് വിൻ ചെയ്യും, ആര് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ റോക്കറ്റ് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുമ്പം അത് എവിടെ എത്തും എന്ന് കൃത്യമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ, പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ, പ്രോബബിലിറ്റി 1 ആണെങ്കിൽ മാത്രമേ അത് റോക്കറ്റ് ലോഞ്ചിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രോബബിലിറ്റി എന്ന കാര്യം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us start the class. Suppose in a box there are 5 white balls and 5 black balls. If we take one ball from this box, ഇതിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ what is the probability of getting white? What is the probability of getting black? ഈ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഇവിടെ നിന്ന് ബോൾ എടുക്കുമ്പോൾ സെയിം ആയിരിക്കും. കാരണം നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസും നമ്പർ ഓഫ് വൈറ്റ് ബോൾസും സെയിം ആണ്. ഓക്കെ, therefore probability of getting white ball and probability of getting black ball are same. Then another example, take another box. In this box 9 white ball and 1 black ball. If we take one ball from this bag, the probability of getting white ball is more than the probability of getting the black ball. ഇവിടെ നിന്ന് നമ്മൾ ബോൾ എടുക്കുമ്പോൾ വൈറ്റ് ബോൾ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഇനി വേറൊരു ബോക്സ്, ഇൻ വിച്ച് 8 വൈറ്റ് ബോൾ ആൻഡ് 2 ബ്ലാക്ക് ബോൾസ്. ഇഫ് യു ടേക്ക് വൺ ബോൾ ഫ്രം ദിസ് ബോക്സ്, the probability of getting white ball is more than the probability of getting black ball. ഇവിടെ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കും കൂടുതൽ ഇവിടെ, കാരണം ഇവിടെ വൈറ്റ് ബോളാണ് കൂടുതലുള്ളത്. എന്നാൽ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറച്ച് കൂടിയിട്ടുണ്ടാവും, കാരണം ഇവിടെ 1 ബ്ലാക്ക് ആണ്, പക്ഷേ ഇവിടെ 2 ബ്ലാക്ക് ആണ് ഉള്ളത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ബോക്സ് ഇത് തന്നെയാണ്. സെക്കൻഡ് ബോക്സ് കണ്ടെയ്ൻസ് 4 white balls and 6 black balls. ഈ 2 ബോക്സിൽ നിന്നും നമ്മൾ ബോൾ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഈസ് മോർ, that is from the second bag. കാരണം ഇവിടെയാണ് ബ്ലാക്ക് ബോളുകൾ കൂടുതൽ. ഇവിടെ ടോട്ടൽ 10 ബോൾസ് ഉണ്ട്, ഇവിടെയും 10 ബോൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 10 ബ്ലാക്ക് കിട്ടാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇവിടെ ടോട്ടൽ 6 ബോൾസ് ഉണ്ട്, ഇവിടെ 5 ബോൾസ് ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, the probability of getting black ball is more from the second bag. Okay, then ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ ഇങ്ങോട്ട് മാറ്റുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 ബോക്സുകളും ഇനി പറയുന്ന പ്രകാരം മാറും. ഇവിടെ 5 വൈറ്റ് ആണ്,
ഇവിടെ ഒരു ബ്ലാക്ക് ബോൾ ഇങ്ങോട്ട് മാറിയത് കൊണ്ട് ഇവിടെ 6 ബ്ലാക്ക് ആയിട്ട് മാറും. അതേസമയം ഇവിടെ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് നോ ചേഞ്ച് ആൻഡ് ഇത് 5 ബ്ലാക്ക് ആയിട്ട് മാറും. ഇവിടെ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. ദെൻ ഇനി നോക്കുക, ഇതിൽ നിന്ന് ഏതിൽ നിന്ന് ആയിരിക്കും ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ? ഇവിടെ 6 ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഈ ബോക്സിൽ നിന്നായിരിക്കുമോ അതോ ഇതിൽ നിന്നായിരിക്കുമോ? ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ 11 ബോൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 11, out of which 6 are black. That means 6 by 11 part of this box is black. ഇതിലെ 11 6 പാർട്ട്, 6 by 11 പാർട്ട് ബ്ലാക്ക് ആണ്. Similarly, in this box, the total balls are 9, out of which 5 are black. That means 5 by 9 part of this box is black. In other words, we can say that the probability of getting black ball is 6 by 11. And the probability of getting black from the second box is 5 by 9. And from this, which number is greater? Okay, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി 6 by 11 ആണ്. ഈ ടോട്ടലാണ് താഴെ എഴുതുക. 6 ബ്ലാക്ക് കിട്ടാനുള്ളതായത് കൊണ്ടാണ് മുകളിൽ 6 എഴുതിയത്. ഇവിടെ ടോട്ടൽ 9 ആണ്, അതുകൊണ്ട് ടോട്ടലാണ് എപ്പോഴും താഴെ എഴുതുക നമ്മൾ. ഓക്കെ, ഈ 5 പറഞ്ഞ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആയതുകൊണ്ടാണ് 5 by 9 എന്ന് എഴുതുന്നത്. ഇനി ഇതിൽ ഏതാണ് കൂടുതൽ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എങ്ങനെയാണ്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 9, that is 54, and 11 into 5, that is 55. Which number is more? This number is greater than this number. Therefore, this number is greater. This number is greater. Therefore, this 5 by 9 is also greater. അതുകൊണ്ട് ഇതിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. ഇതിലാണ് ബ്ലാക്ക് ബോൾസിന് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ഈസ് മോർ ഇൻ ദി ഫസ്റ്റ് ബാക്ക്, ബട്ട് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ ഈസ് മോർ ഫ്രം ദി സെക്കൻഡ് ബാക്ക്. ഈ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് കിട്ടുന്നതാണ് കൂടുതൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബിലിറ്റി കണ്ടെത്തുന്നത്. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. റൈറ്റ് ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, എ ബോക്സ് കണ്ടെയ്ൻസ് 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black? And what is the probability of it being white? That is the question. Okay, now look at the answer. Answer of the first question. The question is, a box contains 6 black and 4 white. Okay, then the question is, if a ball is taken from it, what is the probability of we can write P of probability of getting black ball. If we take one ball from this box, what is the probability of getting black ball? Okay, then in the denominator we can try the total number of balls. Total number ball is 10. And in the numerator we can write 6. അവിടെ 6 എഴുതാനുള്ള കാരണം ബ്ലാക്ക് 6 ആയതുകൊണ്ടാണ്. 6 ബൈ ടോട്ടലാണ് താഴെ എഴുതുക. ബ്ലാക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ബ്ലാക്കിൻ്റെ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്
മുകളിൽ എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. Then second question, what is the probability of getting it being white? Probability of getting white. Here in the denominator we can write the total number of balls, that is 10, and in the denominator 4 because the number of white ball is 4. Okay, that is the answer of that question. Then another question, second question. You write the second question. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. Then first one, what is the probability of getting a red ball from the first bag? Second question, from the second bag, what is the probability of getting the red ball from the second bag? Third question, if all the balls are put in a single bag, what is the probability of getting a red ball from it? That is the question. Then listen the answer of the second question. Okay, there are 3 red balls and 7 green balls in a box. 8 red and 7 green in the second box. Okay, then the question 1 is, what is the probability of getting a red ball from the first bag? What is the probability of getting red ball from the second bag? In the first bag. Okay. So total number of balls in the first bag is 10 and number of red balls is 3. Therefore, the answer of the first question is 3/10. Probability of getting red ball from the first bag. Second question, what is the probability of getting red ball from the second bag? That is, total is 15 and the number of red ball is 8. Total number of balls is 15 and number of red balls is 8. That is the answer of the second question. Third question, if all the balls are put in a single bag, what is the probability of getting a red ball from it? All the balls are put in a single bag. Therefore, this bag becomes 3 plus 8, 11 red and 7 plus 7, 14 green. Then what is the probability of getting the red ball from this bag? That is, total is 25 and the number of red ball is 11, or 3 plus 8, 11, 10 plus 15, 25. That is the answer of the question. Okay, one more question. Third question, right? One is asked to say 2-digit number. What is the probability of it being a perfect square? One is asked to say 2-digit number. What is the probability of it being a perfect square? That is the third question. Then this is the answer of the third question. One is asked to say 2-digit number. The 2-digit number started with 10, 11, 12, etc. up to 99. These are the 2-digit numbers. What is the total number of 2-digit number? Equal to, what is total number? To get to the total number of these numbers, you just subtract 99 minus 10. You subtract 10 from 99. Then this is the answer, not the answer. You just add 1. Therefore, 89 plus 1 equal to 90.
This is the total number of two-digit numbers. Okay. Then what is the probability of it being a perfect square? The question is, what is the probability of it being a perfect square? Then what is perfect square? The perfect square is start with 1, but it is not a two-digit number. Next number 4, it is not a two-digit number, and next 9, it is not a two-digit number. Therefore, first two-digit number is 60. This is the square of 4. The square of 5 is 25. Square of 6 is 36. Square of 7 is 49. And square of 8 is 64. Square of 9 is 81. 4 square, 5 square, 6 square, 7 square, 8 square, and 9 square. Then probability of getting perfect square. Probability of getting perfect square. Probability of getting perfect square is equal to, in the denominator we write the total number of two-digit number, that is 90, out of which 1, 2, 3, 4, 5, 6 numbers are perfect squares. Therefore, this is equal to 3 by 30. You just divide with 3. Then this is equal to 1 by 15. These are the 3 questions. If you have any doubt, you can ask the doubts. Okay, that is all today. Have a nice day.